സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ ദേവി ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ സജ്ജനങ്ങൾക്കും പാദനമസ്കാരം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് സുസ്വാഗതം. ദേവി ഭാഗവതം സപ്തമസ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. സുകന്യാചരിതം. ച്യവനൻ്റെ ആശ്രമത്തിലെത്തി യൗവനയുക്തനായിട്ടുള്ള ദേവതുല്യം സൗന്ദര്യമുള്ളതായിട്ടുള്ള ഒരു പുരുഷൻ്റെ കൂടെ തൻ്റെ മകളെ സുകന്യയിരിക്കുന്നത് കണ്ട് ദേഷ്യം വന്നു അച്ഛനായിട്ടുള്ള ശര്യാദിക്ക്. അച്ഛൻ്റെ മനസ്സറിഞ്ഞ സുകന്യ അടുത്തുള്ള പുരുഷനെ കാട്ടി ഇത് അങ്ങയുടെ ജാമാതാവായിട്ടുള്ള ച്യവനൻ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ട രാജാവ് ശര്യാദി ചോദിച്ചറിയാനായി ആ പുരുഷനോട് ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്? ഇവൾ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നുള്ളത്. ആ ഭാഗമാണ് നമ്മൾ ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. ശര്യാദിയുടെ വാക്കുകളെ കേട്ട ച്യവനൻ പറയണു, നാസത്യാവത്ര സംപ്രാപ്തൗ ദേവാനാം വിഷജാവുഭൗ ഉപകാരകൃതസ്ഥാഭ്യാം കൃപയാ നൃപസത്തമാ. ഹേ രാജാവേ, അങ്ങയുടെ പുത്രിയും എൻ്റെ പത്നിയുമായിട്ടുള്ള സുകന്യ പറഞ്ഞതെല്ലാം വാസ്തവം തന്നെയാണ്. വൈദ്യന്മാരായിട്ടുള്ള അശ്വിനി ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടും ആണ് ഇതെല്ലാം സംഭവിച്ചത് എന്നെല്ലാം അതിനെ സത്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ പറയാണ്, ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തതിന് ഞാൻ അവർക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് പ്രകാരം അവർക്ക് സോമപാനം യജ്ഞത്തിൽ മേടിച്ചു തരാം എന്നാണ് ഞാൻ വാക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് നടത്തുന്ന അടുത്ത യാഗത്തിൽ അല്ലെങ്കിൽ യജ്ഞത്തിൽ ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് രാജാവിനെ സ്ഥാനഗ്രഹണം ചെയ്യാൻ പറഞ്ഞു. ഇതെല്ലാം അറിഞ്ഞ രാജാവ് ഭാര്യാസമേതം അവിടെ ഇരുന്നു. അദ്ദേഹത്തിന് വളരെയധികം മനസ്സിന് സന്തോഷമായി. തൻ്റെ പുത്രി കാട്ടിൽ ഈ വൃദ്ധനും മന്ധനുമായിട്ടുള്ള ഋഷിയുടെ കൂടെ എങ്ങനെയാണ് കഴിച്ചുകൂട്ടുന്നത് എന്ന് ദുഃഖം വെച്ചുകൊണ്ട് അതെല്ലാം അറിയാനായിക്കൊണ്ടാണ് വന്നത്. ഇപ്പോൾ സംഭവങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായി രാജാവിനും പത്നിക്കും. അങ്ങനെ ആ രാജാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ച്യവനൻ പറഞ്ഞു, അങ്ങ് ഒരു യജ്ഞം നടത്തണം. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ അങ്ങ് ചെയ്തോളൂ. ഞാൻ അശ്വിനി ദേവന്മാരെ സോമപാനന്മാരാക്കാമെന്ന് അവരോട് ചെയ്തിട്ടുള്ള സത്യം, അങ്ങയുടെ യജ്ഞം അതിൽ വെച്ച് ഞാൻ നടത്തിക്കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രുദ്ധനായിട്ടുള്ള ദേവേന്ദ്രനെ ഞാൻ എൻ്റെ തപോബലത്താൽ തടയും. അങ്ങയുടെ സോമയാഗത്തിൽ വെച്ച് ഞാൻ അവരെ സോമപാനം ചെയ്ത് അവർക്ക് ഇനി വരുന്നതായിട്ടുള്ള യജ്ഞയാഗങ്ങളിൽ അതിനുള്ള അർഹത നേടിക്കൊടുക്കും എന്നെല്ലാം ച്യവനൻ പറഞ്ഞത് കേട്ടപ്പോൾ സന്തുഷ്ടനായിട്ടുള്ള ശര്യാദി ച്യവനനെ അനുമോദിച്ചു, അഭിനന്ദിച്ചു. രാജാവ് ഭാര്യാസമേതം തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ഒരു ശുഭമുഹൂർത്തത്തിൽ ശര്യാദി ആ ഉത്തമമായിട്ടുള്ള സോമയാഗം ചെയ്യാനായിക്കൊണ്ട് യജ്ഞശാല നിർമ്മിച്ചു.
അതിനെ വസിഷ്ഠ പ്രമുഖരായിട്ടുള്ള മുനിമാരെ ക്ഷണിച്ചു വരുത്തി. കാരണം സൂര്യവംശ രാജാവാണല്ലോ കുലഗുരു വസിഷ്ഠനാണ്. അപ്പോൾ കുലഗുരുവാണ് അതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത്, യജ്ഞം യാഗങ്ങളെല്ലാം. അതുകൊണ്ട് വസിഷ്ഠ പ്രമുഖരായിട്ടുള്ള മുനിമാരെയൊക്കെ വിളിച്ചു. എന്നിട്ട് തൻ്റെ ജാമാതാവായിട്ടുള്ള ച്യവനനെയും ആ യാഗത്തിൽ ക്ഷണിച്ചു. അങ്ങനെ ച്യവനനെ മുഖ്യ ആചാര്യനാക്കി വെച്ചുകൊണ്ട് വസിഷ്ഠ ശിഷ്യന്മാരെയെല്ലാം ഋത്വിക്കുകളായി വെച്ചുകൊണ്ട് ആ യാഗം തുടങ്ങി. മന്ത്രങ്ങൾ ജപിച്ച ഓരോ ദേവന്മാർക്കും ഇതാ യജ്ഞ ആഹൂതികൾ, സോമയാഗമാണല്ലോ, അപ്പോൾ സോമമാണല്ലോ അതിൽ യാഗത്തിൽ അർപ്പിക്കുന്നത്. അത് ഓരോ ദേവന്മാർക്കും മന്ത്രം ചൊല്ലി സോമപാനത്തിന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് അശ്വിനി ദേവന്മാർക്കും സോമപാനത്തിന് വേണ്ടിയുള്ള മന്ത്രം ജപിച്ചു അദ്ദേഹം. അശ്വിനി ദേവന്മാർ മന്ത്രം ജപിച്ച ഉടനെ തന്നെ അവിടെ സോമപാനത്തിനായിട്ട് എത്തി. അത് കണ്ട ദേവേന്ദ്രന് സംശയമായി. മറ്റുള്ള ദേവന്മാരോടൊക്കെ ചോദിച്ചു, ഇവരെന്താണ് വന്നിരിക്കുന്നത്? വൈദ്യന്മാരായിട്ടുള്ള ഇവർ സോമപാനത്തിന് അർഹതയില്ല, ആരാണ് ഇവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്നെല്ലാം ദേവേന്ദ്രൻ ക്രുദ്ധനായിട്ട് അവിടെയുള്ളവരോടൊക്കെ ചോദിച്ചു. പക്ഷെ മറ്റുള്ള ദേവന്മാരൊന്നും അതിന് മറുപടി കൊടുത്തില്ല. ച്യവന ഋഷി അശ്വിനി ദേവന്മാർക്ക് വേണ്ടിയിട്ട് മന്ത്രം ജപിച്ചുകൊണ്ട് സോമം എടുത്ത സമയത്ത് ഇവർക്ക് വേണ്ടിയുള്ള സോമഭാജനം എടുക്കരുത് എന്ന് പറഞ്ഞ് ദേവേന്ദ്രൻ അദ്ദേഹത്തെ തടഞ്ഞു. ച്യവനനപ്പോൾ ചോദിച്ചു, രവിപുത്രന്മാരായിട്ടുള്ള ഈ അശ്വിനി ദേവന്മാർ രണ്ടുപേരും സോമപാത്രം കഴിക്കാൻ എന്തുകൊണ്ടാണ് അർഹരല്ലാത്തത്? ഇവർ വേശ്യാപുത്രന്മാരല്ല. രവിക്ക് അതായത് സൂര്യന് തൻ്റെ ധർമ്മപത്നിയിലുണ്ടായ പുത്രന്മാരാണ്. അതുകൊണ്ട് ഹേ ദേവേന്ദ്ര, എന്തു ദോഷമാണ് ഈ ദേവവൈദ്യന്മാർ ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ സോമപാനത്തിന് അർഹരല്ലാതെ കണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ദേവന്മാരെല്ലാം കൂട്ടിച്ചേർന്ന് ഈ യാഗത്തിൽ വെച്ച് അതിന് ഒരു തീർപ്പുണ്ടാക്കണം. അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഈ യാഗത്തിൽ ഞാൻ സോമം കൊടുക്കുന്നുണ്ട്, അവരെ ഞാൻ സോമപാനം ചെയ്യിക്കുമെന്ന് ച്യവനൻ പറഞ്ഞപ്പോഴാണ് മഖവൻ, അതായത് ഇന്ദ്രൻ, ക്രുദ്ധനായി. ഇവരെ വൈദ്യന്മാരായതുകൊണ്ടാണ്, സുരന്മാരിൽ നികൃഷ്ടരാണ് എന്ന കാരണം കൊണ്ടാണ് ഇവർ സോമപാനത്തിന് അർഹതയല്ലാതെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് സോമപാനം നൽകരുത് എന്ന് വീണ്ടും ഇന്ദ്രൻ കൽപ്പിച്ചു. അഹല്യാജാര എന്നൊക്കെയാണ് ച്യവനൻ അപ്പോൾ ദേവേന്ദ്രനെ വിളിക്കുന്നത്. അഹല്യയെ ജാരനായിക്കൊണ്ട് വേഷം മാറിക്കൊണ്ട് ഗൗതമമുനിയുടെ വേഷം ധരിച്ചുകൊണ്ട് കാമാസക്തനായിട്ട് അഹല്യയെ പ്രാപിക്കാൻ പോയ ജാര എന്ന അർത്ഥം വരുന്ന അഹല്യാജാര, അർത്ഥശൂന്യമായിട്ടുള്ള ഈ കോപം ഇപ്പോൾ നീ നിർത്തിക്കോ, ഇല്ലെങ്കിൽ അതിന് ഉചിതമായ ദണ്ഡന ഞാൻ നിനക്ക് തരുന്നുണ്ട് എന്ന് ച്യവനൻ അവിടെ പറഞ്ഞു. എന്നിട്ട് വീണ്ടും അവർക്കുള്ള സോമം കൊടുക്കാനായിക്കൊണ്ടിതാ മന്ത്രം ജപിച്ചുകൊണ്ട് സോമം കയ്യിലേക്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ 6-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. തുടർന്നുള്ള ഭാഗങ്ങളെ നമുക്ക് അടുത്ത അധ്യായത്തിലാണ് അവലോകനം ചെയ്തിരിക്കുന്നത്. ആ സുകന്യാചരിതം തുടർന്നുകൊണ്ടാണ് പോകുന്നത്. ആ ഭാഗത്തിലേക്ക് നമുക്ക് നാളെ കടക്കാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീ മഹാദേവ്യൈ നമഃ.